അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എങ്ങനെയാണ് കോൺജുഗേഷൻ ഐസോമോർഫിസം ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ അതുമായിട്ട് റിസൾട്ടുകളാണ്. പ്രോബ്ലം എന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് പ്രോബ്ലംസ് ആക്കി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പ്രോബ്ലംസ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എന്താണ് കൊറോളറി നോക്കാം. ഒരു പോളിനോമിയൽ ഉണ്ട് RXലെ. R എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് അല്ലേ. അപ്പോൾ RXലെ പോളിനോമിയലാണ് FX. അതുപോലെ തന്നെ f ഓഫ് a പ്ലസ് ബി ഐ, f ഓഫ് a പ്ലസ് ബി ഐ, ഐ ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് -1. അതാണ് ഐ, അല്ലെങ്കിൽ അയട്ട എന്ന് പറയാറുണ്ട് കേട്ടോ. ചില ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ചില ഓതേഴ്സൊക്കെ അയട്ട എന്നാണ് ഇതിനെ സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എ പ്ലസ് അയട്ട ഈക്വൽ ടു 0. അതിൻ്റെ മീനിങ് എ പ്ലസ് ബി അയട്ട ഈസ് എ 0 ഓഫ് ദി പോളിനോമിയൽ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഏതൊരു കോംപ്ലക്സ് നമ്പർ എ പ്ലസ് സിക്കും ഇത് പോസിബിൾ ആണ്. അങ്ങനെയാണ് എങ്കിൽ എഫ് ഓഫ് എ മൈനസ് ബി ആയിട്ട് എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഒരു കോംപ്ലക്സ്, ഒരു 0 പോളിനോമിയലിൻ്റെ ഒരു കോംപ്ലക്സ് 0 ആണ് ഒരു പോളിനോമിയലിനുള്ളത് എങ്കിൽ അതിൻ്റെ കോൺജുഗേറ്റ് നിർബന്ധമായിട്ടും എക്സിസ്റ്റ് ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് സെയിം കൺസെപ്റ്റ്സ് തന്നെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? അതായത് എഫ് ഓഫ് എ പ്ലസ് ബി അയട്ട ഈക്വൽ ടു 0 ആണെന്നും, അതുപോലെ തന്നെ എയും ബിയും ആറിലെ എലമെൻ്റ് ആണെന്നും, എ പ്ലസ് ബി അയട്ട സിയിലെ കോംപ്ലക്സ് നമ്പറിലെ എലമെൻ്റ് ആണെന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് എ പ്ലസ് ബി അയട്ട എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പറാണ്. അതായത് എയും ബിയും എന്താണ്? റിയൽ നമ്പേഴ്സ് ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആർ ഓഫ് അയട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഓഫ് അയട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് എ ഫീൽഡ്. ആർ ഓഫ് അയട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽഡാണ്. ഇതിൻ്റെ ബേസിസ് എലമെൻറ്റ്സ് എന്താണ്? 1ഉം അയട്ടയാണ് ഇതിൻ്റെ ബേസിസ് എലമെൻറ്റ്സ്. അങ്ങനെയാണ് എങ്കിൽ ഇതിലത്തെ എലമെൻ്റ് ഏത് ഫോമില ഉണ്ടാവുക? എ പ്ലസ് ബി അയട്ട മോഡലാണ്. എയും ബിയും ബിലോങ്സ് ടു ആർ. അപ്പോൾ നമുക്ക് എന്ത് ഇവിടെ പറയാൻ പറ്റും? എന്ത് പറയാൻ പറ്റും? സി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, കോംപ്ലക്സ് നമ്പർ സി എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഓഫ് അയട്ട ആണ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് ആർ ഓഫ് അയട്ടയാണ്. ഇനി നമുക്ക് അറിയുന്ന വേറൊരു കാര്യം എന്താണ്? ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോം അല്ലേ, അയട്ട ഓവർ ആർ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഫോർ മൈനസ് അയട്ട ഓവർ ആർ എന്ന് പറയുന്നതും ഏത് കുഞ്ഞാപ്പാണ്? x² + 1 അല്ലേ. അപ്പോൾ രണ്ടിൻ്റെയും ഇറഡ്യൂസിബിൾ പോളിനോമിയൽ സെയിം ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അയട്ടയും അതുപോലെ തന്നെ മൈനസ് അയട്ടയും കോൺജുഗേറ്റ് ആണ് എന്ന് കിട്ടി അല്ലേ. കോൺജുഗേറ്റ് ആണ് എന്ന് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റും? എന്ത് കൺസിഡർ ചെയ്യാം? കോൺജുഗേഷൻ ഐസോമോർഫിസം അല്ലേ. ഓക്കെ,
ഏത് കൺസിഡർ ചെയ്യാം? അയേട്ട ടു മൈനസ് അയേട്ട. അത് എവിടുന്ന് എങ്ങോട്ടായിരിക്കും ഉണ്ടാകുക? അപ്പം സി ടു സി അല്ലേ? അല്ലെങ്കിൽ ആർ ഓഫ് ഐ ടു ആർ ഓഫ് ഐ. ആർ ഓഫ് ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സി ആണ്. ഓക്കെ, സി ടു സി. ഇനി നമുക്കറിയാം എന്താണ് കോഞ്ചുഗേഷൻ ഐസോമോർഫിസം ഓഫ് എ പ്ലസ് ബി അയട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എ മൈനസ് ബി ആയിട്ടായിരിക്കും അല്ലേ? കൺസെപ്റ്റ്സ് പ്രകാരം. ഓക്കെ, അപ്പം ഇനി നമ്മളുടെ കൺസെപ്റ്റ് പ്രകാരം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഞാൻ എന്തെടുത്തു? a0 പ്ലസ് a1 എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് an എക്സ് റേസ് ടു n ആണ് എന്നെടുക്കും. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ് എഫ് ഓഫ് എ പ്ലസ് ബി ആയിട്ട് ഈക്വൽ ടു എന്താണ്? 0 ആണ്. വിച്ച് ഇംപ്ലൈസ് a0 പ്ലസ് a1 a പ്ലസ് ബി ആയിട്ട പ്ലസ് എക്സെട്ര പ്ലസ് an ഇൻറ്റു എ പ്ലസ് ബി ആയിട്ട ഹോൾ റേസ് ടു n ഈക്വൽ ടു 0. ഇത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ കോഞ്ചുഗേഷൻ ഐസോമോർഫിസം അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും? വിച്ച് ഇംപ്ലൈസ് അല്ലേ psi സഫിക്സ് I കോമ മൈനസ് അയട്ട ഓഫ് a0 പ്ലസ് a1 ഇൻറ്റു എ പ്ലസ് ബി അയട്ട പ്ലസ് എക്സെട്ര പ്ലസ് an ഇൻറ്റു എ പ്ലസ് ബി അയട്ട ഹോൾ റേസ് ടു n ഈക്വൽ ടു കോഞ്ചുഗേഷൻ ഐസോമോർഫിസം അല്ലെങ്കിൽ psi സഫിക്സ് I കോമ മൈനസ് അയട്ട ഓഫ് 0. 0 തന്നെയാണ് പോവുക. കാരണം എന്തുകൊണ്ട്? ഐസോമോർഫിസം ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഈ കുഞ്ഞാപ്പ് എന്തായി മാറും? a0 പ്ലസ് a1 എ പ്ലസ് ബി ആയിട്ട എ മൈനസ് ബി ആയിട്ടായി മാറും പ്ലസ് എക്സെട്ര പ്ലസ് an ഇൻറ്റു എ മൈനസ് ബി അയട്ട ഹോൾ റേസ് ടു n. ദാറ്റ് ഈസ് ഇംപ്ലൈസ് ഈ കുഞ്ഞാപ്പ് ആരാണ്? എഫ് ഓഫ് എ മൈനസ് ബി അയട്ടയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ എന്താണ്? എ മൈനസ് ബി അയട്ട ഈസ് എ 0 ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് കിട്ടി എഫ് ഓഫ് എ പ്ലസ് ബി അല്ലെങ്കിൽ എ പ്ലസ് ബി അയട്ട എന്ന് പറയുന്നത് ഒരു പോളിനോമിയലിൻ്റെ 0 ആണ് എങ്കിൽ എ മൈനസ് ബി അയട്ടയും ആർ എക്സിൽ 0 ആ പോളിനോമിയലിൻ്റെ തന്നെ 0 ആയിരിക്കുന്നു. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാണ്ടായിരുന്നു. നോക്കുക, ഒരു എഫ് എക്സ് ആർ എക്സിലുണ്ട്. എഫ് ഓഫ് എ പ്ലസ് ബി ആയിട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എ മൈനസ് ബി ആയിട്ടും 0 ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനാണ്. അത് മാത്രമാണ്. ആ കാര്യം തന്നെയാണ് ഇവിടെ ഒന്ന് ഉറപ്പിച്ച് വേർഡ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, കോഞ്ചുഗേറ്റ് പെയർസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആകാശ് മോൾ. ഓക്കെ, ആയിഷ ഷെറിൻഡോ? ഓട്ടോമോർഫിസമോ അല്ലെങ്കിൽ ഓട്ടോമോർഫിസംസ് ആൻഡ് ഫിക്സഡ് ഫീൽഡ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖലയാണ്, അല്ലെങ്കിൽ ഗാൽവാസ് തിയറിയിലേക്ക് കിടക്കുന്ന മേഖലയാണ് ഇത് സത്യത്തിൽ. അപ്പോൾ ഓട്ടോമോർഫിസം എന്താണ്? ഓട്ടോമോർഫിസം അല്ലെങ്കിൽ ആ ഓട്ടോമോർഫിസം എങ്ങനെയാണ് ഫീൽഡിനെ എഫക്റ്റ് ചെയ്യുക,
അല്ലെങ്കിൽ അതിനെ കൊണ്ടുണ്ടാക്കുന്ന ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെ റിസൾട്ടുകളാണ് അതിലേക്ക് കടന്നു വരിക, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ആ ഫീൽഡുകൾക്ക് മാറ്റങ്ങളില്ലാത്ത ഫീൽഡുകൾ എന്നതിനൊക്കെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഭാഗമാണ് ഇവിടുന്ന് അങ്ങോട്ടുള്ള. അതിൽ ഓരോരോ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടികളൊക്കെ പറ്റിയിട്ട് പറയാം. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് ഓട്ടോമോർഫിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ളത് അല്ലേ. ഐസോമോർഫിസം ഒരു ഫീൽഡിൽ നിന്നും ആ ഫീൽഡിലേക്ക് തന്നെയാണ് എങ്കിൽ നമ്മൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഓട്ടോമോർഫിസം എന്ന് പറയാറുള്ളത് അല്ലേ. ഓട്ടോമോർഫിസം എന്ന് പറയാറുള്ളത് ആ ഫീൽഡിൽ നിന്ന് ആ ഫീൽഡിലേക്ക് തന്നെ അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കോൺജുഗേഷൻ ഐസോമോർഫിസമാണ്. അപ്പം ഈ കോൺജുഗേഷൻ ഐസോമോർഫിസം കാരണം 5√2 - √2 ഫ്രം Q(√2) to Q(√2) ആണ്. ഇതെന്താണ്? ഇത് കോൺജുഗേഷൻ ഐസോമോർഫിസം ആണ്. ദാറ്റ് ഈസ് എ ഐസോമോർഫിസം ഓൺ Q(√2) √2യിലുള്ളതാണ്. ഇതൊരു ഓട്ടോമോർഫിസമാണ്. അപ്പം ഇവിടെ പ്രധാനമായിട്ടുള്ള വ്യക്തി ഓട്ടോമോർഫിസം എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെ തന്നെയാണ്? കോൺജുഗേഷൻ ഐസോമോർഫിസം ഒക്കെ തന്നെയാണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ഓക്കെ, കാരണം നമ്മൾ ഉപയോഗിക്കുന്ന പല സ്ഥലങ്ങളിലും അത് മാത്രമല്ല കേട്ടോ ഉണ്ടാവുക, അത് വേറെ കാര്യം. ഐഡൻറ്റിറ്റി മാപ്പ് എന്താണ്? ഓട്ടോമോർഫിസത്തിന് എക്സാമ്പിളാണ്. ഓക്കെ, ഐഡൻറ്റിറ്റി മാപ്പ്. അപ്പോൾ കോൺജുഗേഷൻ ഐസോമോർഫിസം അല്ലാത്ത ഒരു കുഞ്ഞാപ്പാണ് അത് ഐഡൻറ്റിറ്റി മാപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 1 എന്ന് പറയാൻ പറ്റും. ഹലോ, 1 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. സിഗ്മ എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസമാണ്. നിന്നും അതിൻ്റെ സബ് ഫീൽഡിലേക്ക്, എഫ് ക്ലോഷറിൻ്റെ സബ് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ഈൻ്റെ സബ് ഫീൽഡിലേക്കോ അങ്ങനത്തെ ഒരു ഐസോമോർഫിസം വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈയിലുള്ള ഒരു എലമെൻ്റാണ് എ എന്ന് പറയുന്ന കുഞ്ഞാപ്പു. ആ കുഞ്ഞാപ്പുവിനെ ഫിക്സഡ് ബൈ സിഗ്മ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സിഗ്മ ഓഫ് എ ഈക്വൽ ടു എ ആവുക. അതായത് വേറെ മാറ്റങ്ങളൊന്നും സംഭവിക്കാതിരിക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് സിഗ്മ ക്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ Q(2) ഈക്വൽ ടു എന്തിനെ 2 തന്നെ ആവുന്നതിനെയാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഇതിൻ്റെ മീനിങ് പറയാൻ പറ്റും 2 ഈസ് ഫിക്സഡ് ബൈ സിഗ്മ. സിഗ്മനെ കൊണ്ട് 2 ഫിക്സഡ് ആണ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്തെന്ന് പറയാറുണ്ട് എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഫിക്സഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാരണം റൈറ്റ് ഫിക്സഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ്സ് പറയാനായിട്ടില്ല. കാരണം സിഗ്മൻ്റെ മുമ്പ് 2 × സിഗ്മ എന്നിടുന്നതിനെയാണ് നമ്മൾ റൈറ്റ് എന്ന് പറയുക. അപ്പോൾ ലെഫ്റ്റ് ഫിക്സഡ് എന്ന് പറയുന്നത് സിഗ്മ ഓഫ് 2 എന്ന് പറയുന്നതിനെയാണ്. സാധാരണഗതിയിൽ ഫിക്സഡ് എന്നേ പറയാറുള്ളൂ, നമുക്ക് ഫിക്സഡ് എന്നുള്ള കൺസെപ്റ്റ്സ് മതി. ഓക്കെ, അപ്പോൾ ഒരു എലമെൻറ്റ് എ ഫിക്സഡ് ബൈ സിഗ്മയാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ സിഗ്മ ഓഫ് എ ഈക്വൽ ടു എ ആവണം. ഓക്കെ, ഇനി അടുത്തൊരു കൺസെപ്റ്റ്. അങ്ങനെയാണ് എങ്കിൽ എല്ലാ കളക്ഷൻ ഓഫ് ഓൾ ഐസോമോർഫിസം ഉണ്ട്. എല്ലാ ഐസോമോർഫിസത്തിനെ ഞാൻ എടുത്തു. എങ്ങനത്തെ ഐസോമോർഫിസമാണ്? ഈൻ്റെ മുകളിലുള്ള ഐസോമോർഫിസമാണ്. പക്ഷേ എഫിലുള്ള എല്ലാ എലമെൻറ്റിനെയും ഫിക്സ് ചെയ്യും. അങ്ങനെ, അതായത് എക്സിലുള്ള എക്സ് എന്ന് പറഞ്ഞാൽ എഫിലുള്ള എല്ലാ എലമെൻറ്റിനെയും ഫിക്സ് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ എഫിലുള്ള എല്ലാ എലമെൻറ്റും എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്താൽ സിഗ്മ ഓഫ് എ ഈക്വൽ ടു എ ആയിരിക്കും. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ പറയുക എന്ത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പറയുന്നത് വെച്ചാൽ ഐസോമോർഫിസം ലീവ്സ് എ സബ് ഫീൽഡ് ഓഫ് ഇ ഫിക്സഡ് ബൈ സിഗ്മ, അല്ലെങ്കിൽ നമ്മൾ പറയും സിഗ്മ ലീവ്സ് എഫ് ഫിക്സഡ്, അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, ഐസോമോർഫിസം ലീവ്സ് എഫ് ഫിക്സഡ്, അല്ലെങ്കിൽ ഒരൊറ്റ സിഗ്മയാണ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് സിഗ്മ ലീവ്സ് എഫ് ഫിക്സഡ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ഫീൽഡ് എടുത്തു.
ക്യൂ ഓഫ് √2, √3. ഇതിൻ്റെ മോളിൽ സംബന്ധിച്ച് ഇതിൻ്റെ ബേസിസ് എലമെൻറ്റ്സ് ഏതാണ്? 1, √2, √3, പിന്നെ √2 × √3, ദാറ്റ് ഈസ് √6. ഇതാണ് ഇതിൻ്റെ ബേസിസ് എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇതിലത്തെ എലമെൻറ്റ് എങ്ങനെ വരിക? a + b √2 + c √3 പ്ലസ് എന്താണ് d √6. ABCD എവിടുത്തെ എലമെൻറ്റുകളായിരിക്കും ഉണ്ടാവുക? ബിലോങ്സ് ടു ക്യൂവിലുള്ള എലമെൻസുകളാണ്. ഇങ്ങനെയാണ് ഇതിലുള്ള എലമെൻറ്റ്സ് ഉണ്ടാവുക. പ്രത്യേകം ശ്രദ്ധിക്കണേ, ക്യൂ ഓഫ് √2, √3 ഉണ്ടാവുന്ന എലമെൻസുകൾ. കാരണം ബേസിസ് എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് ഉണ്ടാവുക, അല്ലേ? ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഞാൻ കോൺജുഗേഷൻ ഐസോമോർഫിസം എടുത്തു. ഏതാണ് കോൺജുഗേഷൻ ഐസോമോർഫിസം? √3 psi സഫിക്സ് √3 - √3 എടുത്തു. അങ്ങനെയാണ് എങ്കിൽ a + b √2 c √3 പ്ലസ് d √6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി മാറും? a തന്നെയാണ് പ്ലസ് b √2, കാരണം √3 മാത്രമേ മാറ്റമുള്ളൂ. അങ്ങനെയാണെങ്കിൽ -c √3 ആവും. കാരണം എന്തുകൊണ്ട്? √3ൻ്റെ സ്ഥാനത്ത് -√3 കൊടുക്കണം. ഇനി ഇവിടെ d √6, d √6 എന്താണ്? √2 × √3 ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ √3 എന്നുള്ളത് -√3 ആവും. അപ്പോൾ നമുക്ക് കിട്ടുക -d √6 എന്നാണ് കിട്ടുക. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കോൺജുഗേഷൻ ഐസോമോർഫിസം എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ പക്ഷെ നമുക്ക് ഇവിടുന്ന് കിട്ടിക്കഴിഞ്ഞു a + b √2 ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? psi √2 സഫിക്സ് √2, -√3 എന്ന് പറയുന്ന കുഞ്ഞാപ്പ് എഫക്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതായത് ഇവിടെ എന്താണ്? psi സഫിക്സ് √3 -√3 ഓവർ a + b √2 എന്ന് പറയുന്ന കുഞ്ഞാപ്പു a + b √2 തന്നെയാണ്. ഇയാൾ എവിടെയുള്ള എലമെൻ്റ് ആണ്? ക്യൂ ഓഫ് √2 എലമെൻ്റ് ആണ് സത്യത്തിൽ ഇത്, അല്ലേ? √2ൻ്റെ ബേസിസ് എലമെൻറ്റ്സ് ഏതാണ്? 1 √2 ആണ്. ദാറ്റ് മീൻസ് a + b √2 ഫോമിലാണ് ഇതിൽ എലമെൻ്റ് ഉണ്ടാവുക. അപ്പം a + b √2 എന്ന് പറയുന്ന മോഡലുള്ള ഒരു എലമെൻറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നില്ല. ആര്? ഈ കോൺജുഗേഷൻ ഐസോമോർഫിസം. Therefore നമുക്ക് പറയാൻ പറ്റും psi സഫിക്സ് √3 -√3 ലീവ്സ് എന്ത്? ക്യൂ ഓഫ് √2, അല്ലേ? ഫിക്സഡ്, അല്ലേ? ക്യൂ ഓഫ് √2 ഫിക്സഡ്. അപ്പം ഫിക്സഡ് ആണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ക്യൂ ഓഫ് √2 ഫിക്സഡ് ആണ്. അല്ലെങ്കിൽ ക്യൂ ഓഫ് √2 ഈസ് എ ഫിക്സഡ് ഫീൽഡ് എന്ന് പറയും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫിക്സഡ് ഫീൽഡ് എന്ന് പറയും. ഇനി എൻ്റെ അടുത്ത ചോദ്യം, ക്യൂവിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്തിട്ടുണ്ട് എങ്കിലും എഫക്റ്റ് ചെയ്യുമോ? എനെ എഫക്റ്റ് ചെയ്യുന്നില്ല. എ ബിലോങ്സ് ടു ക്യൂ. അപ്പം ക്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഫിക്സഡ് ഫീൽഡ് ആണ്. അല്ലെങ്കിൽ psi സഫിക്സ് √2, -√3 ലീവ്സ് ക്യൂ ഫിക്സഡ്, അങ്ങനെയും പറയാം. പിന്നെ ഇതിൻ്റെ മുകളിലുള്ള വേറൊരു എക്സാമ്പിൾ എടുക്കാം. എന്തെങ്കിലും മനസ്സിലാവാൻ ഉണ്ടെങ്കിൽ ചോദിക്കണം. അരുണിമ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സാലിഹ കേട്ടോ, നിങ്ങൾക്ക് എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം വേറൊരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട് എങ്കിൽ, ഇപ്പം കോൺജുഗേഷൻ ഐസോമോർഫിസം √2 -√2 psi സഫിക്സ് √2, -√2 എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് എവിടുന്ന് അങ്ങോട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്? √2, ക്യൂ ഓഫ് √2, √3 എൻ്റെ മുകളിലാണ് എടുക്കുന്നത് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ ഇതിൻ്റെ എലമെൻസുകൾ ഏത് ഫോമിലാണ്? അല്ലെങ്കിൽ psi സഫിക്സ് √2 -√2 ഓഫ്
ഈ എലമെന്റ് എ പ്ലസ് ബി റൂട്ട് 2 പ്ലസ് സി റൂട്ട് 3 പ്ലസ് ഡി റൂട്ട് 6 എന്ന് പറയുന്ന കുഞ്ഞാപ്പ് എന്തായി മാറും? എ പ്ലസ് ബി റൂട്ട് 2 മൈനസ് റൂട്ട് 2 അപ്ലൈ ചെയ്യണം. അപ്പം മൈനസ് ബി റൂട്ട് 2 പ്ലസ് സി റൂട്ട് 3 ആണ്, അതിനെ എഫക്റ്റ് ചെയ്യൂല. അപ്പം സി റൂട്ട് 3 പ്ലസ് ഡി റൂട്ട് 6നെ അപ്ലൈ ചെയ്യും. കാരണം എഫക്റ്റ് ചെയ്യും. എന്തുകൊണ്ട്? മൈനസ് അല്ല റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 ആണ്. അപ്പം റൂട്ട് 2ൻ്റെ സ്ഥാനത്ത് മൈനസ് റൂട്ട് 2 അപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുക മൈനസ് ഡി റൂട്ട് 6 എന്നാണ് കിട്ടുക. അപ്പം ഇവിടെ എഫക്റ്റ് ചെയ്യാത്ത കുഞ്ഞാപ്പ് എന്ന് പറയുന്നത് ഏതാണ് ഉള്ളത്? എ പ്ലസ് സി റൂട്ട് 3 ആണ്. അതായത് നമുക്ക് റൂട്ട് 2 മൈനസ് റൂട്ട് 2 ഓഫ് എ പ്ലസ് സി റൂട്ട് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? എ പ്ലസ് സി റൂട്ട് 3 തന്നെയാണ്. ഈ കുഞ്ഞാപ്പ് ഏതിലുള്ള എലമെൻ്റാണ്? ക്യൂ ഓഫ് റൂട്ട് 3 എലമെൻ്റാണ്. പ്രത്യേകം ശ്രദ്ധിക്കാം, ക്യൂ ഓഫ് റൂട്ട് 3 എലമെൻ്റാണ്. ഇതിലുള്ള എലമെൻ്റ് ഏതെടുത്താലും അതിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഈ ക്യൂ ഓഫ് റൂട്ട് 2 എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ഫീൽഡാണ്. ഓക്കെ, ഫിക്സഡ് ഫീൽഡ് ആണ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ psi suffix root 2 comma minus root 2 leaves q of root 2 as fixed. എങ്ങനെയും പറയാം. റൂട്ട് 2 അല്ല റൂട്ട് 3, ഐ എം സോറി. ഇതിൻ്റെ സബ് ഫീൽഡാണ് ക്യൂ അപ്പം ഫിക്സഡ് ആണ് കേട്ടോ. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട തിയറാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. ഈ പ്രാവശ്യം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ പ്രാവശ്യം ചോദിക്കാതിരിക്കാം, എന്തോ ആവട്ടെ. അതായത് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു സിഗ്മ ഐ എന്ന് പറയുന്നത് ഐ ബിലോങ്സ് ടു ഇൻഡെക്സ്. ക്യാപിറ്റൽ ഐ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് എന്നാണ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ നാച്ചുറൽ നമ്പർ ആവാം, അല്ലെങ്കിൽ സം അറേഞ്ച്മെൻ്റ് സെറ്റ് എന്നുള്ള കൗണ്ടബിൾ ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് സെറ്റ് എന്നാണ് അതിൻ്റെ മീനിങ് സത്യത്തിൽ ഇൻഡെക്സ്. ഓക്കെ, നമ്മൾ ടോപ്പോളജി പഠിക്കുന്നുണ്ടോ എന്താണെന്നുള്ളത്. ഓക്കെ, സിഗ്മ എന്ന് പറയുന്നത് ഓട്ടോമോർഫിസത്തിൻ്റെ കളക്ഷനാണ്. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ ഒരു ഫീൽഡിൻ്റെ മുകളിലുള്ള ഓട്ടോമോർഫിസാണ് സിഗ്മ. ഈ സഫിക്സ് സിഗ്മ ഐ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സഫിക്സ് സിഗ്മ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സഫിക്സ് സിഗ്മ ഐ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എ ബിലോങ്സ് ടു ഇ. എന്താണ് സെറ്റ് ഓഫ് ഓൾ എ ബിലോങ്സ് ടു ഇ? ഇയിലുള്ള കുറച്ച് എലമെൻറ്റുകളാണ്. എങ്ങനത്തെ എലമെൻ്റ് എന്ന് വെച്ചാൽ സിഗ്മ ഐ ഓഫ് എ ഈക്വൽ ടു എന്തായിരിക്കണം? എ ആവണം. അതായത് ഫിക്സഡ് ആവണം. ഫിക്സഡ് ആണെങ്കിൽ അങ്ങനത്തെ എലമെൻറ്റുകളെ ആണ് നമ്മൾ ഈ സഫിക്സ് സെറ്റ് ഓഫ് സിഗ്മ ഐ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് എന്ന് പറയണം. നമുക്കൊരു സബ് ഫീൽഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സബ് ഫീൽഡ് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാമല്ലോ അല്ലേ എന്തെന്നാണ് എന്നുള്ളത്. അപ്പോൾ പ്രൂഫ്. അപ്പോൾ ഈ സഫിക്സ് സിഗ്മ ഐ എന്ന് പറഞ്ഞാൽ എല്ലാ എലമെൻറ്റുകളുമാണ്, എയിലുള്ള എലമെൻറ്റുകളാണ്. എങ്ങനത്തെ എലമെൻ്റ് ആയിരിക്കണം? അതായത് സെറ്റ് ഓഫ് ഓൾ എ ആണ്, ബിലോങ്സ് ടു ഇ, സച്ച് ദാറ്റ് സിഗ്മ ഐ ഓഫ് എ ഈക്വൽ ടു എ ആയിട്ട് കിട്ടുന്ന എലമെൻറ്റുകളെയാണ് നമ്മൾ സിഗ്മ അല്ലെങ്കിൽ ഈ സഫിക്സ് സിഗ്മ ഐ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സബ് ഫീൽഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യാം. സബ് ഫീൽഡ് ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് എലമെൻറ്റുകൾ ഇതിൽ നിന്ന് എടുത്തിട്ട് അത് പ്ലസും മൈനസും അതുപോലെ ഇൻറ്റും ഡിവൈഡഡ് ബൈ അല്ലേ എല്ലാം എവിടെ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈലുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പം ലെറ്റ് എ കോമ ബി അല്ലെങ്കിൽ ആൽഫ കോമ ബീറ്റ ഇത് ഈ സഫിക്സ് സിഗ്മ ഐയിലുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണ് എങ്കിൽ സിഗ്മ ഓഫ് എയും ബിയും എടുക്കുക. എന്നാൽ വേഗം പരിപാടി ചെയ്യും. എ കോമ ബി സിഗ്മ ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? എ ആയിരിക്കും. അതുപോലെ തന്നെ സിഗ്മ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ബി ആയിരിക്കും. എന്തുകൊണ്ട്? ഇതിൽ എലമെൻ്റ് ഒക്കെ
ഫിക്സഡ് ആണ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ സിഗ്മ ഐ എന്താണ്? ഓട്ടോമോർഫിസം ആണ്. ദാറ്റ് ഈസ് ആൻ ഐസോമോർഫിസം ഇറ്റ് സെൽഫ് അല്ലേ. ഓക്കെ, അപ്പം സിഗ്മ എ പ്ലസ് ഓർ മൈനസ് ബി ഓ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സിഗ്മ ഐ എന്ന് പറയുന്ന പ്രിസർവ് ചെയ്യും എന്ത് ഓപ്പറേഷൻ. അപ്പോൾ സിഗ്മ ഐ ഓഫ് എ പ്ലസ് ഓർ മൈനസ് സിഗ്മ ഐ ഓഫ് ബി. സിഗ്മ ഐ ഓഫ് എ എന്ന് പറഞ്ഞാൽ എ ആണ്, ദാറ്റ് ഈസ് എ പ്ലസ് സിഗ്മ ഐ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ബി, എ പ്ലസ് ഓർ മൈനസ് ബി എന്ന് കിട്ടിക്കഴിഞ്ഞു. അതായത് സിഗ്മ ഐ ഓഫ് എ പ്ലസ് ഓർ മൈനസ് ബി ഈക്വൽ ടു എ പ്ലസ് ഓർ മൈനസ് ബി. ദാറ്റ് മീൻസ് therefore എ പ്ലസ് ഓർ മൈനസ് ബി ബിലോങ്സ് ടു ഈ സഫിക്സ് സിഗ്മ ഐ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എ ഇൻറ്റു ബി ആണ്. സിഗ്മ ഐ ഓഫ് എ ഇൻറ്റു ബി ഈക്വൽ ടു എന്താണ് സംഭവിക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഓഫ് എ ഇൻറ്റു സിഗ്മ ഐ ഓഫ് ബി. എന്തുകൊണ്ട്? സിഗ്മ ഐ ഈസ് എൻ ഐസോമോർഫിസം അല്ലെങ്കിൽ ദാറ്റ് ഈസ് എൻ ഓട്ടോമോർഫിസം. ഓട്ടോമോർഫിസം എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് എ 1 ആൻഡ് ഓൺ ടു ഹോമോമോർഫിസം. ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇത് പഠിച്ചത്, പ്രിസർവ് ചെയ്യും ഓപ്പറേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഓഫ് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ, സിഗ്മ ഐ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി. അപ്പോൾ എ ബി. അപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു എ ബി എന്ന് പറയുന്നത് ബിലോങ്സ് ടു സിഗ്മ ഈ സഫിക്സ് സിഗ്മ ഐ എന്ന് കിട്ടി. ഇനി അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിഗ്മ ഐ ഓഫ് എ ബൈ ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഓഫ് എ ബൈ സിഗ്മ ഐ ഓഫ് ബി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ ബി തന്നെ കിട്ടും, where b not equal to 0. That means നമുക്ക് കിട്ടിക്കഴിഞ്ഞു എ ബൈ ബി ബിലോങ്സ് ടു ഈ സഫിക്സ് സിഗ്മ ഐ. ഇനി വേറൊരു കുഞ്ഞാപ്പുകളും കൂടിയുണ്ട്. അതായത് സിഗ്മ ഐ ഓഫ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ടു 1 തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? ഐഡൻറ്റിറ്റി, രണ്ട് ഐഡൻറ്റിറ്റിയും എങ്ങോട്ടേ മാപ്പ് ചെയ്യുള്ളൂ? ഐഡൻറ്റിറ്റിയിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുക. അപ്പോൾ സിഗ്മ ഐ ഓഫ് 1 എന്ന് പറഞ്ഞ 1ഉം സിഗ്മ ഐ ഓഫ് 0 എന്ന് പറയുന്നത് 0യുമാണ്. കാരണം ഇവിടെ സിഗ്മ ഐസ് ആർ ഓട്ടോമോർഫിസം. ഓട്ടോമോർഫിസം എന്ന് പറഞ്ഞാൽ ഇ ടു ഇ ആണ് അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ മീനിങ്. അപ്പം ഇതേപോലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു സിഗ്മ 1 ഓഫ് ഇത് എന്ന് പറയുന്നു. അപ്പം ഈ 1 0യും എവിടെ ഉണ്ടായിരിക്കും? ഈ സഫിക്സ് സിഗ്മ ഐയിലുണ്ടാവും കിട്ടി. ഓക്കെ, സോ ഈ സഫിക്സ് സിഗ്മ ഐ ഈസ് എ സബ്ഫീൽഡ്. ഓക്കെ, ഇതെല്ലാം പ്രാവശ്യം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനിൽ പെട്ടാണ്. അപ്പോൾ നോക്ക്. ഓക്കെ, ഇനി ബാസിമൻ ബാസിം എന്താണ് മനസ്സിലാവായി ഉണ്ടോ? ഓക്കെ, സുൽഫിയ ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത്, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതിൽ നമ്മളിപ്പോൾ എവിടെ എത്തി? സിഗ്മ ഐസും കാര്യങ്ങളും. അപ്പം ഇനി നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫിക്സഡ് ഫീൽഡിനെ പറ്റിയിട്ട് പറയാൻ പറ്റും അല്ലേ? ഫിക്സഡ് ഫീൽഡ് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം നമ്മളൊരു ഓട്ടോമോർഫിസം സിഗ്മ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് ഈ സഫിക്സ് സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഫിക്സഡ് എലമെൻറ്റ്സ് ഇൻ ഇ ഓഫ് സിഗ്മ. സിഗ്മനെ കൊണ്ട് അല്ലെങ്കിൽ ബൈ സിഗ്മ, സിഗ്മനെ കൊണ്ട്, അതായത് സെറ്റ് ഓഫ് ഓൾ എ ബിലോങ്സ് ടു
ഇ സച്ച് ദാറ്റ് സിഗ്മ ഓഫ് എ ഈക്വൽ ടു എ എന്ന് കിട്ടുന്ന എലമെൻറ്റുകളെയാണ് ഈ സഫിക്സ് സിഗ്മ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് ഫീൽഡ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫിക്സഡ് ഫീൽഡ് എന്ന് പറയുന്നത്. മാക്സിമൽ സച്ച് ഫീൽഡ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ എടുത്ത ഐസോമോർഫിസം ഇത് തന്നെ എടുക്കാം. കോൺജുഗേഷൻ ഐസോമോർഫിസം √2 മൈനസ് √2 ഓവർ ക്യൂ ഓഫ് √2. മറ്റേതിൽ നമ്മൾ ഫിക്സഡ് ഫീൽഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹലോ, മറ്റേതിൽ നമ്മൾ ഫിക്സഡ് ഫീൽഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യൂ ഓഫ് √2 ടു ക്യൂ ഓഫ് √2 ആണ് ഇത് പോവുക. അപ്പം നമുക്കറിയാം ക്യൂ ഓഫ് √2 മൈനസ് √2 ഓഫ് എ പ്ലസ് ബി √2. കാരണം എ പ്ലസ് ബി √2 ഫോമിലാണ് ഇതിൽ എലമെൻ്റ് ഉണ്ടാകുക, എയും ബിയും ക്യൂവിലുള്ള എലമെൻറ്റ്. ഓക്കെ, അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മൈനസ് ബി √2 ഫോമിലാണ് ഉണ്ടാകുക. പക്ഷേ എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. അത് അതിൻ്റെ മീനിങ്, അതായത് psi suffix √2 മൈനസ് √2 ഓഫ് എ ഈക്വൽ ടു എ ഫോർ ഓൾ എ ബിലോങ്സ് ടു ക്യൂ അല്ലേ? ഓക്കെ, അപ്പം ഇവിടെ എന്താണ്? ക്യൂവിലുള്ള ഏത് എലമെൻ്റ് എടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് എന്തല്ല ഫിക്സഡ് ആണ്, അല്ലെങ്കിൽ ഫിക്സഡ് ആണ് എന്ന് കിട്ടും. Therefore ക്യൂ എന്ന് പറയുന്ന കുഞ്ഞാപ്പൂ ഈസ് എ ഫിക്സഡ് ഫീൽഡ്. ഓക്കെ, ഇതൊരു ഫിക്സഡ് ഫീൽഡാണ്. എന്തിൻ്റെ ഫിക്സഡ് ഫീൽഡാണ്? ഈ ഐസോമോർഫിസത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ഓട്ടോമോർഫിസം. ഇവിടെ ഓട്ടോമോർഫിസമാണ് കേട്ടോ സത്യത്തിൽ വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് സത്യത്തിൽ കോൺജുഗേഷൻ ഐസോമോർഫിസം ഓട്ടോമോർഫിസമാവും ചിലയിടത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യും പോലെയാണ്. പക്ഷേ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എപ്പോഴും ഓട്ടോമോർഫിസത്തിൻ്റെ കൺസെപ്റ്റ്സിലേക്ക് ഇതാണ് വരുന്നത്. കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരേണ്ട കാര്യം ഇതാണ്, ഈ കൺസെപ്റ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഐഡൻറ്റിറ്റി മാപ്പും അല്ലേ? ഓക്കെ, അപ്പം ക്യൂ എന്ന് പറയുന്നത് ഫിക്സഡ് ഫീൽഡ് ആണ്. എന്തിൻ്റെ? ഈ ഓട്ടോമോർഫിസത്തിൻ്റെ ഫിക്സഡ് ഫീൽഡാണ്. ഇനി ഐഡൻറ്റിറ്റി മാപ്പാണ് എടുക്കുന്നതെങ്കിൽ ക്യൂ ഓഫ് √2 ടു ക്യൂ ഓഫ് √2 ആണ് എങ്കിൽ ഫിക്സഡ് ഫീൽഡ് ആരാ വരിക? ക്യൂ ഓഫ് √2 തന്നെയാണ്. കാരണം എന്തുകൊണ്ട്? ക്യൂ ഓഫ് √2 സെയിം എലമെൻ്റ് തന്നെ ഈക്വൽ ആകും അല്ലേ? ഐ ഓഫ് എ പ്ലസ് ബി √2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി √2നെയാണ് ഐഡൻറ്റിറ്റി മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫിക്സഡ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ആരെന്നെയാണ്? ക്യൂ ഓഫ് √2 തന്നെയാണ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്തൊരു തിയറമാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിയറം. കാരണം ഇത് ഇപ്രാവശ്യം ചോദിച്ചിട്ടില്ല, പക്ഷേ അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ചോദിക്കും. ഇതിങ്ങനെ പാറ്റേണിൽ തിരിഞ്ഞും മറിഞ്ഞും ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ പെട്ട ഒരാളാണ്. അതായത് എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ഓഫ് എ ഫീൽഡ് ഇ എന്ന് പറയുന്നത് ഗ്രൂപ്പ് അണ്ടർ കോമ്പോസിഷൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ഓഫ് എ ഫീൽഡ് ഈ എന്താണ്? ഗ്രൂപ്പാണ് അണ്ടർ ദി ഫങ്ഷൻ കോമ്പോസിഷൻ എന്ന് പറയാം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എസ് എന്താന്ന് പഠിച്ചിട്ടുണ്ടോ? എസ് ക്യാപിറ്റൽ എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പഠിച്ചിട്ടുണ്ടോ? അതായത് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമ്യൂട്ടേഷൻ്റെ സെറ്റ് അല്ലേ? സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻ അല്ലേ? പെർമ്യൂട്ടേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എസ് ജി എന്നൊക്കെ ഒരു സെറ്റിൻ്റെ മുകളിലുള്ള എസ് ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇ എന്ന് പറയുന്ന സെറ്റിൻ്റെ മുകളിലുള്ള പെർമ്യൂട്ടേഷൻ അതിനെയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെറ്റിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സത്യത്തിൽ. അതായത് ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ. സത്യത്തിൽ ഫംഗ്ഷനാണ്. ആ സെറ്റിൽ നിന്ന് ആ സെറ്റിലേക്കുള്ള ഫംഗ്ഷൻ. അതിന് ഒരു എന്താണ്? ഒരു സം അറേഞ്ച്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കുന്നതിനെയാണ് ഫസ്റ്റ് പൊസിഷനിലെ സെക്കൻഡ് പൊസിഷനിലേക്കോ തേർഡ് പൊസിഷനിലേക്കോ അങ്ങനെ. അല്ലെങ്കിൽ ദാറ്റ് ഈസ് എ ലീനിയർ മാപ്പ്. ഒരു മാപ്പാണ് സത്യത്തിൽ ഉദ്ദേശിക്കുന്നത്. സെറ്റ് ഓഫ് ഓൾ പെർമ്യൂട്ടേഷൻ എന്താണ്?
നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? ഗ്രൂപ്പാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഏത്? ഫസ്റ്റ് സമ്മിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് ആ പെർമ്യൂട്ടേഷൻ്റെ ഭാഗം. അത് നെറ്റിനും ചോദിക്കാറുണ്ട്, അതുപോലെ എക്സാമിനും നിങ്ങൾക്ക് എന്തായാലും അതിൽ നിന്ന് 2 ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് സമ്മിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണത്. അപ്പം ഇത് ഗ്രൂപ്പാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓട്ടോമോർഫിസം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം എന്താണ്? സബ്സെറ്റാണ്. ഏതിൻ്റെ സബ്സെറ്റാണ്? എസ്സിയുടെ സബ്സെറ്റാണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞാപ്പോ എന്താണ്? സബ് ഗ്രൂപ്പാണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. സബ് ഗ്രൂപ്പ് എസ്സി ആണ് പ്രൂവ് ചെയ്താൽ മതി. അതിന് ഇവിടെ ജസ്റ്റ് സബ് ഗ്രൂപ്പാണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഐഡൻറ്റിറ്റി മാപ്പും ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഒരു മാപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ സെറ്റിൽ തന്നെ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളെ പ്രൂവ് ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സബ് ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യാൻ എടുത്തത്. അപ്പോൾ നമ്മൾ ആദ്യം ഐഡൻറ്റിറ്റി മാപ്പ് എടുത്തു. ഐഡൻറ്റിറ്റി മാപ്പ് എന്ന് പറഞ്ഞാൽ ഇ ടു ഇ എന്ന് പറയുന്ന മാപ്പാണ്. അതായത് ഐ ഓഫ് എയിലുള്ള ആൽഫ എന്ന് പറയുന്ന എലമെൻറ്റ് ഇയിലുള്ള എലമെൻ്റ് ആണെങ്കിൽ ഐ ഓഫ് ആൽഫ ഈക്വൽ ടു തന്നെയാണ് ആൽഫ തന്നെയാണ്. അതായത് അതിൻ്റെ പൊസിഷനിൽ തന്നെ നിൽക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐ ഓഫ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ഓട്ടോമോർഫിസം എന്ന് പറയുന്നത് തന്നെയാണ്, പെർമ്യൂട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഓട്ടോമോർഫിസമാണ്. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആൻ ഓട്ടോമോർഫിസം. അതെന്താണ്? ഓട്ടോമോർഫിസമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? 1 കിട്ടിക്കഴിഞ്ഞു. ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് കിട്ടി. ഐഡൻറ്റിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എക്സിസ്റ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇനി ചെയ്യാനുള്ളത് സിഗ്മ ഐ എന്ന് പറയുന്നത് ഒരു ഓട്ടോമോർഫിസ് ആണെന്ന്, അല്ലെങ്കിൽ സിഗ്മ എന്ന് പറയുന്നത് ഒരു ഓട്ടോമോർഫിസ് ആണെന്ന് എടുത്തു. ഓക്കെ, അങ്ങനെ എടുത്തിട്ടുണ്ട് എങ്കിൽ, അങ്ങനെയാണെങ്കിൽ സിഗ്മ ഐ ഇൻവേഴ്സും തന്നെ ആയിരിക്കും ഓട്ടോമോർഫിസം തന്നെയാണ് അല്ലേ? ഐ ഇൻവേഴ്സും തന്നെയാണ് ഓട്ടോമോർഫിസം തന്നെയാണ്. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു എലമെൻറ്റ് കിട്ടി. ആ എലമെൻറ്റിൻ്റെ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ സെറ്റിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിറ്റിയും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എസ്സിൻ്റെ എസ്സി എന്ന് പറയുന്ന ഗ്രൂപ്പും ആണ്. therefore നമുക്ക് പറയാൻ പറ്റും സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം തന്നെയാണ്, സബ് ഗ്രൂപ്പ് ആണ്. എന്തിൻ്റെ സബ് ഗ്രൂപ്പാണ്? എസ്സിയുടെ സബ് ഗ്രൂപ്പാണ്. therefore എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓട്ടോമോർഫിസം ഇറ്റ്സെൽഫ് എ ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്താണ്?